ഹായ് ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസ് സീസണിലെ അടുത്ത വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. സെക്കൻഡ് വ്ളോഗ് വേറെ ഒന്നല്ല, ഞാൻ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാ. ഇന്ന് പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കുക. എനിക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് കേക്ക്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വീട്ടിലേക്ക് ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഗിഫ്റ്റ് കൊടുക്കുന്ന കേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ടേസ്റ്റ് നമുക്ക് ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യണം. അതുകൊണ്ട് ഞാൻ 2 കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കൊണ്ട് ഇന്ന് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാൽ വീഡിയോ എടുക്കാം. എന്തായാലും ചത്ത് കിടക്കല്ലേ യൂട്യൂബ് ചാനൽ, അപ്പോൾ അതൊന്ന് ഉണർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. നമ്മൾ സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശരിക്കും മറ്റേ ആൽക്കഹോളിലല്ലേ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ സോക്ക് ചെയ്യാൻ നമ്മളിങ്ങനെ വൈനിടുന്ന പോലെ തന്നെ അങ്ങനെ ആക്കി വെക്കൂലേ, അത് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് കളയല്ലേ, അത് പോവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവില്ല ഇരിക്കുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ കഴിക്കാൻ പാകത്തിനുള്ള, പ്രത്യേകിച്ച് ഗിഫ്റ്റ് കൊടുക്കുന്ന ആയതുകൊണ്ട് അപ്പം എല്ലാവരും ആൽക്കഹോൾ കഴിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ തലയിൽ വന്ന റെസിപ്പി ഒന്നുമല്ല, അങ്ങനെ ആരും സംശയിക്കണ്ട, യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മച്ചി ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലതാണെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ക്യാരറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറയണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും സമയമില്ല. ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ്. ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നേരത്തെ നമ്മൾ ചെയ്ത് വെക്കണം, സോക്ക് ചെയ്ത് വെക്കണം നേരത്തെ. കേക്ക് ഉണ്ടാക്കുന്നതിന് ഇതൊരു ശരിക്കും പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു 3 ദിവസം മുന്നേ ഇത് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ എനിക്കിപ്പം സമയമുണ്ട്, കുറച്ചും കൂടെ ദിവസം ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി പകുതി പ്രോസസ്സ് കഴിഞ്ഞതാണ്. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറയാൻ, ഞാൻ ഓൾറെഡി കുറച്ച് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുത്ത് അത് ഒരു കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ 4 ഓറഞ്ച് ജ്യൂസ് 4 ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞിട്ട്, അത് ശരിക്കും 2 കപ്പ് ഉണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് 2 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിനൊക്കെ മെഷർമെന്റ് എടുക്കൂലേ, ആ കപ്പാട്ടോ, അല്ലാണ്ട് വലിയ കപ്പല്ല. അപ്പോൾ 2 കപ്പ് ഓറഞ്ച് ജ്യൂസും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തതാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ ഇതിൽ വേറൊരു സാധനം കൂടെ ചെയ്തായിരുന്നു. അത് ഞാൻ പകുതി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൽ കാണിക്കാതെ വിചാരിച്ചിട്ട് ബാക്കി എടുത്ത് വെച്ചത് ഇതിലിടാണ്ട്. ഇത് നമ്മൾ ഓറഞ്ചിന്റെ തൊലി ഇങ്ങനെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഇല്ല, അതിലിങ്ങനെ ആക്കി എടുത്തതാണ്. മൊത്തം തൊലിയല്ല, ജസ്റ്റ് ആ ഔട്ട് സൈഡ് ആ വെള്ള സാധനം എടുക്കാൻ പാടില്ല. വെള്ള സാധനം വന്നാൽ കയ്പാവും. ഇതാ പുറത്ത് ആ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ എന്തായാലും ഇതിലോട്ടങ്ങ് ഇടാം. ഇതിലൊക്കെ ബാക്കി ഞാൻ ഇത്ര അല്ലായിരുന്നു, ഇനിയും ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇതിലിട്ട് കലക്കിയായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. 1 2 3 4 അടപ്പം അവിടെ ഉണ്ട്. അപ്പം ഇത് ഇത്രയും ആഡ് ചെയ്തു. ഇതിൻ്റെ കൂടെ ഇനി ഇതെന്തൊക്കെയാന്നുള്ളത് ഞാൻ പറയാം. ഇതിൽ ഞാൻ നമ്മുടെ കറുത്ത ഉണക്കമുന്തിരി ഇല്ലേ, അത് ഏറ്റവും അടിയിൽ കിടപ്പുണ്ട്. അത് ഞാനൊരു 1 കപ്പ് എടുത്തു. പിന്നെ ഈ നമ്മുടെ കിസ്മിസ് ഇല്ലേ, ഈ വെള്ള കളറിലുള്ളത്, വെള്ളയല്ലേ മഞ്ഞ, ഇത് ഞാനൊരു 6 ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ ഈന്തപ്പഴം ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 7-8 ഉണ്ടാവും. കിസ്മിസ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, പിന്നെ അതേ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. അത് ടൂട്ടി ഫ്രൂട്ടി കണ്ട, അത് ഒരു 6 ടേബിൾ സ്പൂൺ ഓളം എടുത്തു. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട്. നമുക്ക് വേറെയൊക്കെ എടുക്കാം, ബ്ലൂബെറി, ക്രാൻബെറി, അങ്ങനത്തെ സാധനമൊക്കെ ഇരിപ്പുണ്ട്, ആപ്രിക്കോട്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചില ആളുകൾ അങ്ങനത്തെ സാധനം എല്ലാം ഇടും. പക്ഷെ എനിക്ക് ഇത്ര സാധനങ്ങളാണ് ഇഷ്ടം കേക്കിൽ കഴിക്കാൻ. അതുകൊണ്ട് അപ്പം ഇരുന്നോളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇടാം. പിന്നെ നമ്മൾ നട്ട്സ്, ഇപ്പം ബദാമും കാഷ്യൂ ഒന്നും ഇപ്പം സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇത്രയും സാധനമാണ്. ഇത് നമ്മൾ ഇതിലേക്ക് തട്ടിയിടാം.
ഇവിടെ അപ്പുറം ഇപ്പുറം എടുത്തോണ്ട് ഓടാനായിട്ട് 2 ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇനി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കും. എന്നിട്ട് നല്ലോണം വേവിച്ച് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസില്ലേ ഇത് വറ്റി ഒരു ഇച്ചിരി മൊത്തം വറ്റരുത്, ഒരു ഇത്തിരി വറ്റുന്ന രീതിയിലാക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. അവിടെ വരെ ആക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. വേറെ ഒരു സാധനം കൂടെ ചെയ്യാനുണ്ട്, അത് ഞാൻ അന്നേരം കാണിച്ചു തരാം. ഓക്കെ. ഇത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചെറു ചൂട് വെള്ളത്തിൽ ഒരു നമ്മൾ 4 നുള്ള് നമ്മൾ കയ്യിലിങ്ങനെ നുള്ളായിട്ട് എടുത്ത് 4 നുള്ള് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 നുള്ള് പഞ്ചസാരയും ഇട്ട് ഇങ്ങനെ കലക്കി ഓൾറെഡി വെച്ചിരുന്നതായിരുന്നു. ഇച്ചിരി നേരം 10 മിനിറ്റ് വെക്കണം ഇതിങ്ങനെ പൊങ്ങാനായിട്ട്. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാര്യം നമ്മൾ ആൽക്കഹോളൊന്നും ആഡ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതിന് പകരമുള്ള സാധനമാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് വേവിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പറയാവുന്നില്ല, ഇങ്ങനെ തുറച്ചുകൊണ്ടിരിക്കുന്നു, കാണാൻ നല്ല ഭംഗി. ഐ എം എക്സൈറ്റഡ് ഫോർ ദാറ്റ്. മറ്റേ മണം, ആ പ്ലം കേക്കിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുള്ളത്. ഓക്കെ മാഡം. അപ്പം നമ്മള് ആ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്രാമ്പൂ ഇടുമല്ലോ, പ്ലം കേക്കിൻ്റെ ഇതാണല്ലോ മെയിൻ സാധനമാണല്ലോ, അതിൻ്റെ ആ ഒരു മണം. ഓ സോറി. ഇതെന്താ സംഭവം എന്നറിയാമോ? ഞാനും മോനും ഇപ്പം ഞങ്ങൾ ജോലി ആരെങ്കിലും കോള് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മോനുവിന് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കോള് വരുവാണെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിൻ്റെ വല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ക്ലയൻസ് ഒക്കെ വിളിക്കുന്ന ആരെങ്കിലും വിളിക്കുന്ന കോള് വരുമ്പം ഞങ്ങൾ സോറി കഴിഞ്ഞോ? കോള് കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ കോള് വരുമ്പോൾ ഇസൂട്ടനോട് നമ്മൾ പറയും മിണ്ടരുതേ, നമുക്ക് അമ്മയ്ക്കും അപ്പയ്ക്കും വർക്കാണേ, വിളിക്കുവാണേ കോൾ ചെയ്യുവാണേ മിണ്ടരുതേ എന്ന് പറയും. അപ്പം മിണ്ടാണ്ടിരിക്കും, ഭയങ്കര ഡീസൻ്റ് ആയിട്ടിരിക്കും കോൾ തീരുന്നവരെ. കോൾ തീർന്നു കഴിഞ്ഞ് വീണ്ടും വർത്താനം തുടങ്ങും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പം നമ്മളോട് ഉറക്കമുള്ളൂ. ഓക്കെ ഓക്കെ. വേണ്ടേ? ഫോട്ടോ എടുക്കണ്ട? വേണ്ട, താല്പര്യമില്ല, ഇഷ്ടമല്ല, പ്രൈവസി വേണം അല്ലേ? ആരെയാ വിളിക്കണേ? ശിബിരാണോ? ഹലോ, സുണ്ടി വിളിക്കോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിങ്ങനെ ഒരു ലൂപ്പിൽ ഞങ്ങൾ അകപ്പെട്ടു പോയി. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും വീട്ടില്. സംസാരിക്കും. അതെന്താന്ന് വെച്ചാൽ അവള് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അവള് പറയുമ്പോൾ നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുമ്പോൾ അവള് തുണി അപ്പൊ ബാക്കിയും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പോലെ ഭയങ്കര അനുസരണം നമ്മൾ കാണിക്കും. അപ്പൊ ഗൈസ്, ഇത് ഞാൻ ഗ്യാസ് നിർത്തി. ഇതേ കണ്ട, ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ചാറ് വരുന്ന പോലെ കണ്ടോ? ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ നിർത്തണം. ഒരുപാട് വറ്റിച്ചു കഴിഞ്ഞാൽ ഇത് കട്ടി പിടിച്ചു പോകും. പിന്നെ നമ്മൾ ഇട്ട് വെക്കുമ്പം ഇത് ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ മാറ്റുമ്പോൾ ഇങ്ങനെ ചാറ് വരുന്ന രീതിയിൽ അടുപ്പ് നിർത്തിയിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഈസ്റ്റ് ഇല്ലേ, അത് നമ്മൾ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ജാറിൽ
ഏതെങ്കിലും ഗ്ലാസിന്റെ പാത്രത്തിലോ ജാറിലോ ഇതിൽ തന്നെ അടച്ചു വെക്കുമോ എന്തെങ്കിലും അങ്ങനെയും വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനത് അന്നേരം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ്സിൽ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാ ദിവസവും എടുത്തിട്ട് നമ്മൾ ഒരേ സമയം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ പരിപാടികളുണ്ട്. ഇപ്പം ഞാനിത് തണുക്കാൻ വെച്ചേക്കുവാണ്. അപ്പം ഞങ്ങൾ ഇത് തണുക്കാതിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ കണ്ട ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പോയി ചായ മേടിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാധനം തണുപ്പ് മാറി സെറ്റായിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിൽ, കട്ടി പിടിച്ചിട്ടില്ല. സോറി, തണുത്ത് ചൂട് മാറി കറക്റ്റ് സെറ്റായിട്ട് കറക്റ്റ് പരിപാടി ഇട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് വറ്റിച്ചെടുത്താൽ ഇതങ്ങ് ഭയങ്കര കട്ടി പിടിച്ചു പോവും. നമ്മൾ കുറച്ച് ചാറ് വെച്ചിട്ട് ഇത് അടുപ്പ് ഓഫ് ചെയ്താൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന ദേ കണ്ട ഈസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിക്കാം. ഇത് നമ്മൾ നല്ലോണം ആ ഈസ്റ്റ് ഒഴിച്ച് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, അത്രയും മതിയായിരിക്കും. ഇനി ഞാൻ ഈ പാത്രത്തിലാക്കി വെക്കുന്നത്, ഈ പാത്രത്തിൽ കൊട്ടുന്ന പാത്രം കേട്ടോ, ഇതിലോട്ട് മാറ്റാം. ഇനി എല്ലാ ദിവസവും ഒരേ സമയമാകുമ്പോൾ ഇതെടുത്തിട്ട് ഇളക്കി കൊടുക്കണം. എനിക്കിത് ഇളക്കാനുണ്ട്, വൈന് ഇളക്കാനുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പരിപാടികൾ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ ഈ പരിപാടി. ഇനി അത് കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ആ ദിവസത്തിലേക്ക് അപ്പം നമ്മൾ ഷൂട്ടിങ് ചാടുന്നത് എൻ്റെ കയ്യിൽ ക്യാഷിൻ്റെ അഭിനയിപ്പില്ല പതിയെ വാ. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാത്തിരിക്കണ്ടായിരുന്നു. എന്തിനാണ് കാത്തിരുന്നത്? കേക്ക് ഉണ്ടാക്കി അടുത്ത പരീക്ഷണ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അന്ന് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി വെച്ചതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ആദ്യം തരാം. ഞാനത് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണ്ടായിരുന്നു. രാത്രിയിലായിരുന്നു ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ആ ടൈമിൽ തന്നെ എല്ലാ ദിവസവും ഇളക്കണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ വൈനും ഞാൻ എല്ലാ ദിവസവും ഇളക്കുന്നുണ്ട്. ഒടുക്കത്ത മണമാണ് ഗൈസ് വൈൻ. ആ റൂമിൽ കയറാൻ പറ്റില്ല. അത് കയറുമ്പോൾ മണം, അത് ആ മൂടി വെച്ചേക്കുന്ന മൊത്തം ലെയറായിട്ട് തുറക്കുമ്പോൾ നല്ല മണം. പക്ഷേ ആകെ അപ്പൊ നല്ല മണം. ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വലിയ മുന്തിരി ആയതുകൊണ്ട് 15ാമത്തെ ദിവസം എനിക്ക് കുറച്ച് ഉടയ്ക്കാനായിട്ട് കുറച്ച് പാടുണ്ടാവുമായിരിക്കും തോന്നുന്നു. പക്ഷെ ഇനിയുണ്ടല്ലോ ദിവസം, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപ്പത്തേക്ക് നല്ല മറ്റേ ഇത് അഴിഞ്ഞു പോകില്ല, അങ്ങനെ വരുമായിരിക്കും. അപ്പോൾ ഞാൻ അതും കൂടെ മിക്സ് ആക്കുന്നില്ല. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പെട്ടെന്ന് കാണിച്ചു തരാം. ഒരുപാട് ലെങ്ത് വീഡിയോ ആക്കാൻ താല്പര്യമില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ഗിഫ്റ്റ് കൊടുക്കാനുള്ള കേക്കും, ഒരെണ്ണം ഗിഫ്റ്റ് കൊടുക്കാനുള്ള കേക്കും, ഒരെണ്ണം നമ്മൾ ഞങ്ങൾക്കിരുന്ന് തിന്നാനായിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എല്ലാം 2 മിക്സ് ഉണ്ടാക്കുന്നത് 2 പാത്രത്തിലാണ്. പക്ഷെ ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഒരുമിച്ച് 2 കേക്കിനുള്ള ക്വാണ്ടിറ്റി ഒരുമിച്ച് ഞാൻ എടുത്തു വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഞാൻ വെറുതെ നീട്ടുന്നില്ല, ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. വാ,
കട്ട് ചെയ്തിട്ട് വന്നാൽ മതി. 4 ചീഞ്ഞ മുട്ട. മോന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാവേ. ശർക്കര വരട്ടിയതൊന്നും അല്ലത്, കടലപ്പിണ്ണാക്ക്. അപ്പൊ ഞാൻ പറയാം, ഇത് നമ്മൾ 4 മുട്ട റൂം ടെമ്പറേച്ചറിൽ എടുത്ത് കുറച്ച് മുന്നേ ഞാൻ എടുത്ത് വെച്ചിരുന്നതാ. അടുപ്പ് മാറിയില്ലേ, കുഴപ്പമില്ലെന്നും. പിന്നെ ഇത് വനില എസെൻസ്, എന്നെ കാണിക്കണ്ട, സാധനം കാണിച്ചാൽ മതി. വനില എസെൻസ് ഒക്കെ തീരെ. ഇത് ഞാൻ വേണ്ട ക്യാരമല്ല മറ്റേ പഞ്ചസാര ഇതെടുക്കൂലേ, അങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ്. അത് ശരിക്കും ഞാൻ 2 കേക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര അലിയിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നല്ലോണം നമ്മൾ അലിയിച്ച് നമുക്ക് വേണ്ട ഒരു കളറിൽ വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ 1/2 കപ്പ്, 2 കേക്കിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ മതി. 1/2 കപ്പ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇളക്കി എടുക്കുക. ഒരു ക്യാമറയൊക്കെ പൊക്കി കൊണ്ടുവിടുക, അതിന് ഇങ്ങനെയൊക്കെ വർത്താനം പറയേണ്ട വരുന്നു. എന്നിട്ട് അത് വെള്ളം ഒഴിക്കുമ്പം പെട്ടെന്ന് കട്ടി പിടിക്കും, പക്ഷെ കുഴപ്പമില്ല, ആരും പേടിക്കണ്ട. നല്ല ലോയിൽ സിമ്മിലാക്കി ഇട്ടിട്ട് നല്ലോണം പിന്നെ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ അത് വീണ്ടും ഇതേപോലെ ആവും. അപ്പോൾ ഇത് ഞാൻ 2 കേക്കിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് പകുതി ഞാൻ ഇതിലോട്ട് വയ്ക്കും. ഈ 2 പാത്രത്തിലാണ് ഞാൻ 2 ബാറ്റർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നട്ട്സ് സോപ്പൊന്നും ചെയ്തില്ലായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതിങ്ങനെ കടിക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് ഇടിച്ചു വെച്ചേക്കുന്നതാണ്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി മെയിൻ സാധനം കാണിച്ചു തരാം. ഓ കഞ്ചാവ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇന്നത്തെ ഇളക്കലായിട്ടില്ല, ഇന്നത്തെ ഇനി ഇളക്കുന്നത്. ഇന്നിപ്പോൾ ഇളക്കി നേരെ അങ്ങ് ഇടുവാണല്ലോ. ഞാൻ അന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഇതിന് ശരിക്കും പറഞ്ഞാൽ 3 ദിവസത്തെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പക്ഷേ ഇത് 3 ദിവസത്തിൽ കൂടുതൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇനി പ്രോസസ്സിലോട്ട് കിടക്കാം, ഡിലേ അടുപ്പിക്കുന്നില്ല. മോനി മിക്സി എന്നിട്ട് മേലെ വരും. ജാറ് വെക്കല്ലേ, മിക്സി മാത്രം. താങ്ക്സ്. മോനിവിടെ ഉള്ളപ്പം പിന്നെ എനിക്ക് എന്തിനാ പേപ്പർ. അപ്പൊ മുട്ട എടുത്തു. 2 മുട്ടയാ ഒരു കേക്കിന് എടുക്കുന്നത്. മോനിന് ഉണ്ടാക്കാൻ അറിയോ? മോന് കേക്ക് മോന് എങ്ങാണ്ട് എനിക്ക് കാപ്പി ഇട്ട് തരാന്ന് പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ആ അത് 2നും 2 കേക്ക് ഉണ്ടാക്കണ്ടേ? അതിനകത്ത് ഓക്കെ ആയിരിക്കും, മറ്റേന്റെ കട്ട് ചെയ്താൽ മതി. അല്ലേ, ചെറുതാണോ? ഇനി 1/2 കപ്പ് പഞ്ചസാരയാണ് 2ന് ഞാൻ ഇടാൻ പോകുന്നത്. ടോട്ടൽ 1 കപ്പ് പഞ്ചസാര ഇവിടെ പൊടിച്ചു. ആണോ? അതെ, അത് റെഡിയായെന്ന് പറഞ്ഞതാ. അരക്കപ്പ്.
പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളെ താരത്തെ ആഡ് ചെയ്യാൻ പോവാം. താരം നല്ല മണം. ഞാൻ ഇത് ഓരോ ദിവസം ഇളക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനടിച്ചിരിക്കുന്നത് നിനക്ക് തന്നില്ലായിരുന്നോ? അപ്പം ഇത് ഹാഫ് ഞാൻ രണ്ടിലോട്ടും കൂടി ഇടുക. ഇനി നമ്മുടെ ഇത് കാരമലൈസ് ചെയ്തത് ഇതിപ്പോൾ ഈ പരുവം കുഴപ്പമില്ല. ഇതിലും കൂടുതൽ ഇനി എങ്ങാനും നിങ്ങൾ ഇത് തണുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കാവുള്ളൂ കേട്ടോ. എങ്ങാനും ഇത് കട്ടിയായി പോവുകയാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് ചെയ്തെടുത്താൽ മതി. വീണ്ടും ഇതേപോലെ ഈ പരുവാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഹാഫ് ഇതിലേക്ക് ഇടാൻ പോവാം. ഇത് മിക്സ് ചെയ്യാം. ഇപ്പോൾ എടുത്ത് വെച്ച മൈദയ്ക്കകത്തോട്ട് നമുക്ക് വേണ്ട ക്യാഷ്, ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ 2 കേക്കിനോടുള്ള ക്യാഷ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഇടിച്ചു വെച്ചേക്കുന്നത്, അത് ഞാൻ പകുതി ഇതിലോട്ടും പകുതി മറ്റേതിലോട്ടും എടുക്കാവുള്ളൂ. ഇതാ മൈദയിലൊന്ന് കുഴച്ചെടുത്താൽ ഇതിങ്ങനെ കുഴച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കേക്കിൻ്റെ അടിയിൽ പോയി മറ്റേ ഈ ഇടുന്ന ക്യാഷ് മൊത്തം കേക്കിൻ്റെ അടിയിലത്തെ ലെയറിൽ പോയി അടിഞ്ഞടക്കും. ഇതിങ്ങനെ നടുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് മൈദ എടുത്തിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് ഇതിൽ കേക്കിലോട്ട് ചേർത്താൽ അങ്ങനെ കിടക്കില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ലെയറായിട്ട് തന്നെ കിടന്നോളും. അടിയിൽ പോയി ഇത് ചെയ്യില്ല. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇടുക. ഇനി ഇത് ഇളക്കിയെടുക്കുന്ന പരിപാടിയാണ്. നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മെയിൻ സാധനം. ഞാൻ മോനെ കൊണ്ട് അത് ഗസ് ചെയ്യിപ്പിക്കുമായിരുന്നു, പക്ഷെ നടന്നില്ല. മോനിയോ ഗ്രാമ്പു പ്ലം കേക്കിൻ്റെ മണം എന്നാ അന്ന് ഇന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഇത് മോനും എനിക്ക് പൊടിച്ചു തന്നിട്ട് മോന് പറഞ്ഞ മോന് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇതൊന്ന് മണപ്പിച്ചിട്ട് നീ പ്ലം കേക്കിനെ ഒന്ന് മനസ്സിലാലോചിച്ച്, അതിൻ്റെ മണം ഇതല്ലേ. അപ്പോൾ അതാ മോന് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് നല്ല കാര്യം. ഇത് നമുക്ക് ഇതിലോട്ടിടാം. അപ്പോൾ ഞാൻ ട്രേ 2 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റായിട്ട് ഇതിൻ്റെ മേളിലുള്ള ഗാർണിഷിങ് ചെയ്തിട്ട് നമുക്ക് അവനകത്തോട്ട് വെക്കാം. അവൻ ഓൾറെഡി പ്രീ ഹീറ്റായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എല്ലായിടത്തോട്ടും ഈക്വലായിട്ട് ചെല്ലണമല്ലോ. അപ്പം അത് നമുക്കൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇതൊന്ന് കാണിച്ചു കൊടുക്കോ. അവിടെ നിന്ന് ഒരാൾ ഓരോന്ന് കട്ടോണ്ട് വരണ്ടോ. ഇതൊന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ അതേ ടൂട്ടി ഫ്രൂട്ടി ഇത് ഞാൻ മൊത്തം ഒന്നും എടുക്കുന്നില്ല. ഇത് കുറച്ച് ആവശ്യം വേറെ സാധനം ഉണ്ടാക്കാൻ. എന്ത് സാധനം? ഹലോ, എവിടെ പോവാം എല്ലാവരും കൂടെ? തൂപ്പി സാർ, കേക്ക് ആയില്ലോ. ആയില്ലേ? ഞാൻ വെക്കാൻ പോവാ. കൈ സൂക്ഷിച്ചോട്ടോ, അത് ചൂടായിട്ടിരിക്കല്ലേ സുടി പറയുന്നേ. കൈ തട്ടരുത് കേട്ടോ. എന്നെ കഴിഞ്ഞ പ്രാവശ്യമല്ലോ ഓക്കെ അല്ലേ? ഇതായിട്ട് കാണിച്ചു. ഹലോ ഗൈസ്, നമ്മുടെ കേക്ക് രണ്ട് നല്ല സൂപ്പറായിട്ടായി വരണ്ട്. എടി ഡൂബി മാറടി. ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ട് വന്നു കേക്കിൻ്റെ അകത്ത് വെച്ചിട്ട്. ചെരുപ്പ് ഊരിയിട്ടോ. ചെരുപ്പ് ഊരിയിട്ടോ. എന്താ കയ്യില്? ഇങ്ങ് ഇതില് പറ. എന്താ കയ്യില്? കോക്കറ്റ് ഡോണറ്റ് ആണോ? കോക്കനട്ട് ഡോണറ്റിനെയാണ് പറയുന്നത്. കോക്കറ്റ് ഡോണറ്റ്. കേക്ക് കഴിക്കാൻ പോവാണോ സുട്ടൻ? ആണോ? ഓ, അതാ മോന് തപ്പുന്ന മൊത്തം. കണ്ണൊക്കെ ഇങ്ങനെ ഓടി നടക്കും. ഇവിടെ മൊത്തം ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? കേക്ക് ആയിട്ടില്ല, അത് കഴിച്ചോ. കേക്ക് ആവാൻ സമയം എടുക്കും. പാവഴിക്ക് പോയി. ലൈറ്റ് ചുട്ടൻ റോഡിൽ പോയപ്പോ ലൈറ്റ് കണ്ടാ? റോഡിൽ ലൈറ്റ് കണ്ടാ? ഇഷ്ടായാ? എടുക്കണോ? ഓക്കെ. കളല്ലേട്ടാ. എന്നടാ കേക്ക് ഇഷ്ടാണോ? കുഞ്ഞു കേക്കാണോ? കുഞ്ഞു കേക്ക് കുഞ്ഞിസൂട്ടിക്ക് പോയി. അതെന്താന്നറിയോ? നമ്മളത് വെച്ചിട്ട് കുറെ നേരം അങ്ങോട്ട് മാറിയില്ലായിരുന്നു. അപ്പൊ അത് ഇതായിപ്പോയി. കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ മുകളിൽ കാണാം. അത് മതി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇനി ഇത് തണുത്തിട്ട് വേണം. ഷാഡോ അടിക്കണ്ടല്ലേ? കളറ് മര്യാദയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും രാത്രി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇതിന് തണുത്തിട്ട് ഇതിന്ന് എടുത്തിട്ട് നമ്മുടെ ടെസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. അവർ ടെസ്റ്റ് ചെയ്തതേ ആരുണ്ട് ടെസ്റ്റേഴ്സ്.
ഒരാൾ ഗിറ്റാറും ഒരാൾ പിയാനോ മേടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ആയിട്ട് ഇവർ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ലുക്കൊക്കെ സെറ്റാ. ആകെ ആ മേളത്തെ സാധനങ്ങൾ കുറച്ച് മറിഞ്ഞു പോയെന്നേ ഉള്ളൂ. കേക്ക് പൊങ്ങി വന്നിട്ട് മേളത്ത് ഇത് ചെയ്തിരുന്ന മറ്റേതൊക്കെ കാണാണ്ടായിപ്പോയി. പക്ഷേ ലുക്കൊക്കെ കൊള്ളാം. കളറ് സെറ്റ്, മണമുണ്ട്, നല്ല മണമുണ്ട്, അടിപൊളി മണമുണ്ട്. മറ്റേ ആ ഗ്രാമ്പൂൻ്റെയും പിന്നെ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലിട്ട് വെച്ചില്ലായിരുന്നു, അതിൻ്റെയൊക്കെ നല്ല മണം. എന്തായാലും ഇത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നത് അടുത്ത കാണിച്ചു തരാം. കേക്ക് എങ്ങനെ ഉണ്ടടാ? നല്ല ഇവിടെ ഒരു കേക്ക് പാക്ക് ചെയ്ത് ഞാൻ വെച്ചു. ഒരു കേക്ക് ദേ ഇവിടെ മുറിച്ച് തീറ്റയാണ്. അങ്ങനെ ഉണ്ട് പോലും. നല്ലതാ, കൺസിസ്റ്റൻസി കറക്റ്റാ, കളറ് കറക്റ്റാ, ടേസ്റ്റും കറക്റ്റാ. നമ്മൾ പ്ലം കേക്ക് കഴിക്കുന്നത് അതേപോലെയാണ്. കൊള്ളാം, ഓവർ മധുരമൊന്നുമില്ല. വേണ്ടേ, ഇതാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ച കേക്ക്. ഇപ്പോൾ നമ്മുടെ കേക്ക് പരീക്ഷണം സക്സസ്. എൻ്റെ ആദ്യത്തെ പ്ലം കേക്ക്, ആദ്യത്തെ 2 പ്ലം കേക്ക്. വേണ്ട ഇതിവിടെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള കേക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു, എൻ്റെ ഒരു പരീക്ഷണം, എൻ്റെ കേക്ക് പരീക്ഷണം ഞാൻ കാണിച്ചു തന്നതാണ്. ഈ റെസിപ്പി വേറെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, പരീക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷിക്കണം. നല്ലതാണ്. നമ്മൾ ഈ ആൽക്കഹോൾ ഉപയോഗിച്ച്, ഇപ്പം ആൽക്കഹോളിൽ ഇത് വെച്ചത്, നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് എല്ലാവരും കഴിക്കൂലല്ലോ, എല്ലാവരും കഴിക്കൂലല്ലോ. അപ്പം അങ്ങനത്തെ ഉള്ളവർക്കൊരു നല്ല ഓപ്ഷനായിരിക്കും ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.